2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 12 രാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം പോലെ തുടങ്ങുന്നു, അല്ല ഏരീസ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഉള്ള ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും. അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ, അതായത് 1-ാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മതി. മേടൻ രാശിയിലെ ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഇടവൻ രാശി, ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോറസ് ആണ്, ടോറസ് അവിടെ ഒന്നുമില്ല. പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജെമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട്. ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത രാശിയിലായിരുന്നു, കർക്കിടകൻ രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ, അതായത് വക്രത്തില് പോയിട്ട് ഇപ്പം തിരിച്ചു വന്നു. മീൻസ് കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേന് ഇത് തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പൊ ഇത് മാറുക എന്ന് പറഞ്ഞാൽ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത വ്യാഴമാറ്റം വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തേന് പിന്നെ അടുത്ത കർക്കിടകൻ രാശിക്കകത്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്കുക, കേതുവാണ് നിൽക്കുന്നത്. പിന്നെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ ധനുരാശി നോക്കുമ്പോൾ 4 ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി. അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലാത്തില്ല, അതുകൂടെ പറഞ്ഞുതരാം. എഴുതിയിട്ടുണ്ട് രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അടുത്ത കൂന്ന് എഴുതിയിട്ടുണ്ട് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്. അപ്പൊ ചൊവ്വയാണ് കുജൻ എന്ന് പറയുന്നത്. അതുപോലെ ബൂന്ന് എഴുതിയിട്ടുണ്ട്, ബുധൻ എന്ന് പറഞ്ഞാൽ ബുധൻ, അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം. അതുപോലെ ശുക്രനുണ്ട്, ഷൂന്ന് എഴുതിയിട്ടുണ്ട്. ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീനസ് ആണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു. മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല, ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ്. കുംഭം വരുമ്പോഴെന്ന് കുംഭത്തിന് അക്വാരിസ് എന്ന് പറയുന്നത്. അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു, സാന്ന് എഴുതിയിട്ടുണ്ട്. സാന്ന് എഴുതിയേക്കുന്ന സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ്. അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു. അപ്പൊ അതേമാതിരി 12 അടുത്ത നോക്കിക്കഴിഞ്ഞാൽ മീനൻ രാശിയാണ് 12 എന്ന് പറയുമ്പോൾ. മീനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പീസീസ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്ന് എഴുതിയിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ശനിയാണ്, ശനിയുടെ ആ ഒരു പൊസിഷനാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ്, ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം അത് 2 മാസം 1 മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു പീരീഡ് ഇൻ ബിറ്റ്വീൻ. പിന്നെ റിട്രോഗ്രേഷൻ വക്രത്തിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക. പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കെ ആണെങ്കിൽ പോലെ ഒരു 2.25 ദിവസമൊക്കെ ഉള്ള ഒരു സോഡിയാക് സൈനില് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഏറ്റവും സ്പീഡിൽ കറങ്ങുന്ന ഗ്രഹമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കുമ്പോൾ വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം. 1 വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം. അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശനി 2.5 വർഷം. അപ്പൊ എല്ലാ 60 വർഷം കൂടുമ്പോഴും മേടൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട്. അതാണ് ഈ 60 വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടിപൂർത്തി അങ്ങനെയൊക്കെ മീൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അല്ലെ കുംഭമേള നടക്കുന്നത്, കുംഭമേള എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ഉൽപ്പത്തിയും അത് മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ 1 വർഷം. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാല്
ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നത് കൊണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളും ഉണ്ട്. അതൊക്കെ ഹയറായിട്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് നോക്കുക, അടുത്ത നോക്കിയ ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ രാഹു കേതു 2 ഗ്രഹങ്ങളെ ആണ് മോശഗ്രഹങ്ങൾ. നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാധീനങ്ങളും മയക്കുമരുന്നും മദ്യം അല്ലാതുള്ള ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട 2 ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം പ്രോസ്റ്റേറ്റ് അല്ലെന്ന രീതിയിൽ നമുക്ക് ഈ പൈൽസ് മാതിരിയുള്ള അസുഖങ്ങള്, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും കൊണ്ടുതരുന്ന 2 ഗ്രഹങ്ങളാണ്. അതായത് ഈ പറയുന്ന മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന രാഹുവിനെ വെച്ച് നമ്മൾ മെഡിക്കൽ അസ്ട്രോളജി ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ, അപ്പൊ ഈ ശനിയും രാഹുവും കേതുവും പൊതുവെ ഇച്ചിരി മോശമായിട്ടുള്ള ഗ്രഹങ്ങള് ആണെന്ന് മനസ്സിലാക്കിയേക്കണം. ഇത് മാത്രമല്ല, ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ശുക്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതേമാതിരി ഈ എല്ലാ ഈ 27 നാളുകാരുടെയും അതുപോലെ 12 രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാൻ, ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെമഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സെപ്പറേറ്റ് ആണ്, ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയി കാണണം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ, കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല. അത് തന്നെയാണ് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ. പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലർ അല്ല. പല നോർത്ത് ഇന്ത്യയിലും പിന്നെ പലയിടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്, ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക് അസ്ട്രോളജി നമുക്കറിയാവുന്ന പറയാൻ നമ്മൾ ബൃഹനാടി അസ്ട്രോളജി, നക്ഷത്രാണി, ബൃഹനാടി കേപി അസ്ട്രോളജി. അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബൃഹനാടിക്കകത്താണ്. അതിന്റെ എന്ന് പറഞ്ഞ ഒരു ചാർട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വേണമെന്നൊരു ഒന്ന് കാണിക്കാം. ായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് വരും. ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ചാർട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 15926103711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ട, എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത്. ഞാൻ എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പറുണ്ട്. അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ട് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഒരു 1 ഇയറിലെ പ്രഡിക്ഷൻ ആണ്. അപ്പൊ ഏകദേശം ഒരു ജൂൺ 2 ആകുമ്പോഴത്തേന് വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടെ നിന്ന് മാറുന്നുണ്ട്. അപ്പൊ മാറുന്നുണ്ട്
പല ഗ്രഹങ്ങളും മാറും. പക്ഷെ ശനിയൊക്കെ പറഞ്ഞ 2.5 വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല. ബാക്കി രാഹു കേതു ആണെങ്കിലും 1.5 വർഷം പീരീഡ് ഉണ്ട്, അതുകൊണ്ട് അതിനും മാറ്റമില്ല. ബാക്കി ഈ ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ മാറി, അത് ഞാൻ പറഞ്ഞ 1 മാസത്തെക്കാട്ടിലല്ലെന്നൊരു 48 ദിവസം അങ്ങനെയൊക്കെ ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനും ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിനായിട്ടുള്ള പ്ലാനറ്റുകളാണ്. അപ്പം നോക്കി ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല. അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ നിൽപ്പുണ്ട്, അത് നമ്മൾ നോക്കണ്ട, ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു. ഗുരു 3 എഴുതിയെടുത്തുനിന്ന് 4 മാറി. കുംഭൻ രാശി എന്ന് അക്വാറിസ്. അപ്പോൾ ഇതിന്റെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിട്ടം, അര, ചതയം, പിന്നെ പൂരിട്ടാതി മുക്കാൽ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള നാളുകൾ, 3 നാളുകൾ. അപ്പോൾ ഇതിനകത്ത് അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, അതുപോലെ ശനികർമ്മയാണ്. അതുപോലെ ചതയത്തെ ആണെന്നതിൽ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ്, രാഹുകർമ്മയാണ്. അതുപോലെ പൂരിട്ടാതി ആണെന്നതിൽ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, സൂര്യകർമ്മയാണ്. അപ്പോൾ ഈ ഓരോ കർമ്മയുടെ അനുസരിച്ച് കാര്യങ്ങൾ ഇവരുടെ എല്ലാവരുടെ സ്വഭാവത്തിന് ഈ കാര്യങ്ങൾ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ആയിട്ടുള്ള ഒരു നേച്ചറ്, ചില പൊസിഷനിൽ നല്ല രാഹു ആണെന്നതിൽ നല്ലതായിട്ടുള്ള ബിഹേവിയർ, ഭയങ്കര അഗ്രസീവ്, അല്ലെന്നൊരു അഴുക്കായിട്ടുള്ള ആൾക്കാരാണെന്നൊരു വളരെ മോശമായിട്ടുള്ള വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല, തൻ്റെ ഇടം, അഹങ്കാരം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് മീൻസ് ഓരോ ബർത്ത് ആയിട്ടുള്ള പൊസിഷനും പിന്നെ ഈ രാഹു കർമ്മയുടെ അതിൻ്റെ അനുസരിച്ചുള്ള ചാർ സർവീസിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടറെ അല്ല നല്ലതാണെന്നൊരു നല്ല രാഹു ഉള്ളവർക്ക് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്വഭാവത്തിനും കാര്യങ്ങളും അല്ല സൂര്യകർമ്മയാണെന്നൊരിൽ അതോറിറ്റിയുടെ ഗ്രഹമാണ്, അവർക്ക് അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ. അല്ല ശനിയുടെ റേഡിയേഷനാണ്, ശനിയുടേതായിട്ടുള്ള ആ ഒരു രീതിയുള്ള സ്വഭാവങ്ങളും രീതികളും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇത് ഞാൻ ലോഡ്, സബ് ലോഡ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇത് മാറുന്നതിനനുസരിച്ച് അതിനുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ ശനി 2-ലാണ്, അതുപോലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരു 5-ലാണ്, കേതു 7-ലാണ്. അപ്പം അങ്ങനെയാണ് ഈ പ്ലാനറ്ററി പൊസിഷന്. അതുപോലെ ഇവർക്ക് രാഹു എന്ന് പറഞ്ഞാൽ 1-ല് ജന്മത്തിൽ തന്നെ, അതായത് ലഗ്നത്തിലാണ് തന്നെ. അപ്പോൾ 1 പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി, ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ കളറ്, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് ഓഫ് ലിവിങ്, നമുക്ക് ജീവിക്കുന്നതിൻ്റെ പാത്ത് വേ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് എന്തെങ്കിലും ഒരു അംബീഷൻ, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരാളാകണമെന്നുള്ള ആഗ്രഹം, അണങ്ങാത്ത ആഗ്രഹങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഇതെല്ലാം ഒരു നമ്മുടെ 1 പറയുന്ന വരും. അതുപോലെ 2 പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഗെയിന്, നമുക്ക് നമ്മുടെയായിട്ട് ഇത് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളത്, അവരുടെ ജീവിതങ്ങളെ അല്ലെങ്കിൽ അവരുടെ വെൽത്ത്, ഫൈനാൻസ്, സമ്പത്തും ആരോഗ്യവും അല്ലെന്ന രീതി നമ്മുടെ ഒരു ഏണിങ്സ്, നമ്മുടെ സമ്പാദ്യങ്ങളെ, ഇൻവെസ്റ്റ്മെൻറ്റ്, ലക്ഷറി, നമ്മുടെ സന്തോഷങ്ങൾ, സുഖലോലുപത, നമ്മുടെ അസറ്റ്, ഇതെല്ലാം ഒരു 2 ഒരു ഇതിലെ ഹൗസിനാണ് വരുന്നത്. അതേപോലെ 5 പറഞ്ഞാൽ അത് ഹൗസ് ഓഫ് റൊമാൻസ്. അപ്പോൾ അത് എൻവയോൺമെൻറ്റ്, നല്ല ചുറ്റുപാട്, സ്പെക്കുലേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പൈസ കിട്ടുന്ന ലവ് അഫെയർസിൻ്റെ ആണ്. അതുപോലെ റേപ്പും കിഡ്നാപ്പും ഈ ഒരു 5 തന്നെ പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ 7 പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ ഹൗസ് എന്നത് ഹൗസ് ഓഫ് ബിസിനസ്, ഹൗസ് ഓഫ് വൈഫ്, ഹൗസ് ഓഫ് മാരേജ്, കല്യാണത്തിൻ്റേത് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റേത്, അങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡ് വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അങ്ങനെ റിക്കവറി ഫ്രം ദ ലോസ്റ്റ് പ്രോപ്പർട്ടി, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ, അങ്ങനെ കഴിച്ചിട്ടുള്ള മാരേജ്, ഡൈവേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 7 എന്നുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ രാഹു ഇപ്പോൾ 3, 6, 10 അങ്ങനെയൊക്കെ ഉള്ള മീൻസ് ഒരു ഹൗസിൽ നിൽക്കുന്ന ആൾക്കാർ, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാഹു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാഹു, നല്ല ശുക്രനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 1-ലധികം, 2-ലധികം, 10-ലധികം ഇങ്ങനെ പ്രോപ്പർട്ടി കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ള യോഗമുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതുമാണ്. ചില പ്ലാനറ്ററി പൊസിഷനായിട്ട് കണക്ഷൻ വരുന്നതിൻ്റെ ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ ശനിയാണെന്നതിൽ 1-8 എന്നാണ് അഴുക്കാണ്, 4-12 മിക്സായിട്ടുള്ള. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2-ലാണ്. അപ്പോൾ ഈ 2 നിൽക്കുമ്പോഴേ ഇവർക്ക് ചിലപ്പോൾ ഈ ശനി നല്ലതായിട്ടുള്ള ആൾക്കാർക്കാണെന്നവരിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, മീൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നല്ലതായിട്ടുള്ള പൈസ കിട്ടാനുള്ളത്, എന്തെങ്കിലും പൈസ സമ്പാദിക്കാനുള്ള ഒരു ഇത് സാഹചര്യം ഒത്തു വരിക, അല്ലെങ്കിൽ ഒരു നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ജീവിതങ്ങൾ, നമുക്കെന്താ ഒരു സുഖലോലുപമായിട്ടുള്ള ജീവിതങ്ങളെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരിക.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇപ്പോഴത്തെ അവരുടെ പൂർവ്വന്മാരല്ലെന്നിരി അവരുടെ ഫാദർ ഇവരുടെ പേര് ചിലപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ശനിയുടെ ആയിട്ടുള്ള ഇത് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ 1, 8 ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര ഫേവറബിൾ ആകുകയില്ല. കാരണം ഇതൊക്കെ ഒരു പൊസിഷൻ, പ്രത്യേകിച്ച് എനിമി പ്ലാനറ്റ് കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ ജോബ് ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെ അതിൻ്റെ കാരണം മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടി വരും. പിന്നെയും മൾട്ടിപ്പിൾ, അത് കഴിയുമ്പോൾ വേറെ ജോബ്, അല്ല ബിസിനസ്സിനകത്താണെന്ന് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്തിട്ട് എങ്ങെത്താത്ത അങ്ങനെയൊക്കെ ഉള്ള പല സാഹചര്യങ്ങളും. അതിൻ്റെ ഒരു റെമഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, ശനിയുടെ ആയിട്ടുള്ള ഒരു റെമഡി. അതിന് ലാൽ കിതാബിൻ്റെ റെമഡിയാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണും, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ശനിയുടെ ആയിട്ടുള്ള. അപ്പം അതിൻ്റെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ അല്ലെന്നിട്ട് നമ്മുടെ ഇതിൻ്റെ റെമഡിയുടെ വീഡിയോ ഉണ്ട്, അത് വേറെയാണ്, ആ സബ്ജക്റ്റ് ഇതിനകത്ത് ഇട്ടിട്ടില്ല, എന്നാലും റെമഡിയുടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശനി മോശമായിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശനി നല്ലതായിട്ടിരിക്കുന്നവർക്ക് നല്ലതുമാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വ്യാഴമെന്ന് പറയുന്ന നല്ല ഇത് മീൻസ് വ്യാഴം 5-ലാണല്ലോ. 5-ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയബന്ധത്തിൽ ഏർപ്പെടാം. നല്ല പ്രണയബന്ധം, അല്ലെന്നൊരു കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള നല്ല ആലോചന വരാനുള്ള സാധ്യത. അതുപോലെ എന്തെങ്കിലും എന്താ പറയുന്ന ഒരു സ്പെക്കുലേറ്റീവ് ഗെയിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ട്രേഡ് മാർക്കറ്റ്, ഷെയർ ട്രേഡിങ് അല്ലെന്ന രീതിയിൽ ഈ പറയുന്ന മാതിരി ക്രിപ്റ്റോ കറൻസി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെന്നൊരു അതിൽ നിന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭം, അല്ലെങ്കിൽ KSF ചിട്ടിയെ അങ്ങനെയൊക്കെ ഉള്ള ഇരിക്കുന്ന അതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനെടുക്കാനുള്ള സാഹചര്യങ്ങളെ, നല്ല പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളെ, പഠിത്തത്തിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പഠിക്കാനെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷത്ത് വരിക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഈ ഒരു 5-ലെ പൊസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ കേതു ആണെന്നൊരു ഇവർക്ക് 7-ലാണ്. അപ്പോൾ 7-ലെ കേതു അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് 1, 4, 7, 3, 6, 8 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിലെ കേതു ബാഡാണ്. 3, 6, 8 ഒക്കെ വരി ബാഡ്. അങ്ങനെ ആ ഒരു പൊസിഷനുള്ളവർക്ക് അത്ര അനുകൂലമല്ല, ബാക്കിയുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും കേതു ഈ ഒരു പൊസിഷൻ വരുമ്പോഴെന്നുള്ള ദാമ്പത്യമായിട്ടുള്ള ചെറിയ കശപിശുക്കളെ, പാർട്ട്നേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതകളെ, അതുപോലെ വൈഫും ഹസ്ബൻഡും ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ അല്ലെങ്കിൽ ചെറിയ ടെമ്പററി ഒരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ടെമ്പററി ആണ്, ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേനും മാറുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കാര്യങ്ങളെ അഭിമുഖീകരിക്കുക. അപ്പം അങ്ങനെ ബിസിനസ് ചെയ്യുന്നതെങ്കിലും കാര്യമായിട്ടുള്ള പൈസ ഉണ്ട്, ചിലപ്പോൾ നല്ല ബിസിനസ്സിൽ ഇൻകം വന്നാലും എക്സ്പെൻഡിച്ചർ കൂടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിലവ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഓവറായിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇപ്പം ഈ ജൂൺ 2 ആകുമ്പോഴത്തേൻ്റെ കാര്യങ്ങളെല്ലാം കുറേ കൂടെ മാറിയിട്ട് ഈ ഗുരു എന്നുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6-ലോട്ട് പോകും. 6-ലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് അസുഖങ്ങളൊക്കെ ഇല്ലാതായിരിക്കുക, ജോബ് നോക്കുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടുക, പിന്നെ എനിമീസിനെയൊക്കെ ഉള്ളത് നിഷ്പ്രഭരാവുക, നമ്മുടെ ശത്രുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നിഷ്പ്രഭരാകുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു താൽക്കാലികമായിട്ട് നമ്മളോട് ബന്ധം പുലർത്താതെ നല്ല രീതിയിൽ അവർ സ്നേഹമായിട്ട് വന്ന് ഇതാക്കാനോ ഈ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തെടുത്തിട്ട് ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഓൺലൈൻ ജോബ് പ്രത്യേകിച്ച് ചെയ്യുന്നവർക്കും അവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള പുതിയ ജോബ് കിട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ ഓവർ ടൈമോ കാര്യങ്ങൾ കിട്ടാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം പ്രതീക്ഷിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെമഡിയുടെ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല ഒരു മീൻസ് എല്ലാ ഗ്രഹത്തെയും പോസിറ്റീവ് ആക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ കമ്പൾസറി അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ്. അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെടുക്കാനും എന്തെങ്കിലും സാഹചര്യങ്ങളോ അങ്ങനെ ഉണ്ടെന്ന് രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഓൾറെഡി അകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേമാതിരി ബൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും, മൊബൈൽ ന്യൂമറോളജി അങ്ങനെയൊക്കെ ഉള്ള ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റുണ്ട്. അങ്ങനെ പഠിക്കാനുള്ള ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഇത് ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണെന്ന്. അതേമാതിരി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഇത് കൺസൾട്ടേഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന രീതിയിൽ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുമോ അല്ലെന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനോ അറിയാനെടുക്കാനോ ഉണ്ടെന്ന രീതിയിൽ വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ ഈ പഠിക്കുന്നതാണേലും ഈ ഒരു സെക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ $14 ബില്യൺ അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2030 ആകുമ്പോഴത്തേക്കും $20 ബില്യൺ ആയിട്ട് ഉയരുവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. കാരണം അപ്പോൾ ബാക്കിയെല്ലാം പല ഫീൽഡിലും താഴോട്ട് പോകുമ്പോഴും ഇതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്താണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഫർദർ പഠിക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സോഴ്സ് ഓഫ് ഇൻകം, അഡീഷണലായിട്ട് ഒരു സോഴ്സ് ഓഫ് ഇൻകമായിട്ട് ചെയ്യാനെടുക്കാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് നോക്കി അറിയാം, astroguru.com. എന്നിട്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കാണെന്ന് ഇതിൽ ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ള ഒരു കൺസൾട്ടേഷൻ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ആണെന്ന് ഇതിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്.